Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. As-salatu was-salamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatan min lisani yafqahu qawli. فقد قال الله تعالى في قرآنه العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، فآت ذا القربى حقه والمسكين وابن السبيل ذلك خير للذين يريدون وجه الله وأولئك هم المفلحون. صدق الله العظيم. പ്രിയപ്പെട്ട പൊന്നാനി നിവാസികളെ, മറ്റു സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, വാണിജ്യ മേഖലകൾ ജോലി ചെയ്യുന്നവരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. 7-ാം നൂറ്റാണ്ടിൻ്റെ കൂരിരുട്ടിലേക്ക് മാനവിക വിമോചനത്തിൻ്റെ പ്രകാശദീപവുമായി കടന്നു വന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ഓർമ്മകൾ അയവിറക്കുന്ന ഇത്തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗൈഡ് ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെൻറ്റ് എഫേർട്സ് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചരണ ജാഥയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആധുനിക ലോകത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യർ യാന്ത്രിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും അന്യം നിന്നു പോയിരിക്കുന്നു. കൊലയും കളവും അക്രമവും അനീതിയും നിത്യവാർത്തകളായി നിസ്സാരവൽക്കരിക്കപ്പെടുന്നു. സ്വകാര്യ ജീവിതത്തിൽ പോലും, സ്വകാര്യ ജീവിതയിടങ്ങളിൽ പോലും സുരക്ഷാ ഭീഷണി തുടർക്കഥയായി തീർന്നിരിക്കുന്നു. ലോകം പുരോഗതിയിലേക്കെന്ന് നമ്മൾ പറയുമ്പോഴും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാനവിക വിമോചനത്തിൻ്റെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത താരമായി പ്രശോഭിക്കുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന സന്ദേശങ്ങൾക്ക് പ്രസക്തിയേറി വരികയാണ്. പ്രവാചക ദൗത്യകാലത്തുണ്ടായിരുന്ന ജനങ്ങളെ, അവരുടെ ജീവിത മണ്ഡലങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ പറ്റി ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട്. അധോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ താളം കെടുത്തി കളഞ്ഞിരുന്നു. അന്ന് കല്ലും പുല്ലും അവരുടെ ആരാധനാമൂർത്തികളായി മാറി. മരിച്ചു പോയവരുടെ ആത്മാക്കളും മാലാഖമാരും അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായി രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ജ്യോത്സ്യ ഭാവി പ്രവചനക്കാർ അവരുടെ ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട്, ഈ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് ചൂഷണത്തിൻ്റെ പുത്തൻ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറന്നു വെച്ചു. ഈ സാഹചര്യത്തിലേക്കാണ്, ഈ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവ വിശ്വാസത്തിൻ്റെ ദൗത്യവുമായി, ഇസ്ലാമിൻ്റെ പ്രബോധന ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്യുന്നത്. പ്രപഞ്ചസൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്നും അവനെ മാത്രം ഭയപ്പെട്ട് അവന് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്നും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ഈ വാക്കുകൾക്ക്, ഈ സന്ദേശങ്ങൾക്ക് ചെവി കൊടുത്തവർ കേവലം 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ ബഹുദൈവാരാധനാ സങ്കല്പത്തെ കടപുഴക്കിയെറിഞ്ഞു. ദൈവത്തിന്റെ പേരിൽ ഇറങ്ങുവാനിരുന്ന പുരോഹിത ചൂഷണങ്ങളെ അടിവേരറുക്കപ്പെട്ടു. ലോകത്തിന്റെ നെറുകയിലിരുന്നു കൊണ്ട് അവർ ഈ ലോകത്തെ തന്നെ ഭരിക്കാൻ മാത്രം പ്രാപ്തരായി മാറി. അത്രമേൽ ശക്തമായിരുന്നു, അത്രമേൽ കൃത്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമൂഹിക പരിവർത്തനങ്ങൾ. പ്രശസ്ത ആംഗലേയ സാഹിത്യകാരനും ശാസ്ത്രമീമാംസകനുമായ സർ ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. I believe that if a man like him were to assume the dictatorship of the modern world, he would succeed in solving its problems in a way that would bring it much needed peace and happiness. ആധുനിക ലോകത്തിന്റെ ഭരണാധികാരം അദ്ദേഹത്തെ പോലെ ഒരാളെ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളെ, അതിൻ്റെ
പോരായ്മകളെ സന്തോഷത്തോടു കൂടിയും വേണ്ട സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും പരിഹരിക്കാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, വിശ്വവിമോചകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന സന്ദേശങ്ങൾക്ക് ഇന്ന് കാലം കാതോർക്കുകയാണ്. കാരണം മനുഷ്യർ ഇന്നും പുരാതന മരുഭൂനിവാസികളുടെ അതേ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണുള്ളത്. പ്രിയമുള്ളവരെ, ആധുനിക മനുഷ്യർ അഭ്യസ്ത വിദ്യരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും മന്ത്രിമാരും സാമൂഹിക നായകന്മാരും നേതാക്കളും ഒക്കെ ആണെങ്കിലും ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ ലജ്ജയില്ലാത്തവരാണ് പല പ്രമുഖരും. പശുവിന്റെ മാംസം വിൽക്കുന്നവനെയും അത് ആഹരിക്കുന്നവനെയും തല്ലിക്കൊല്ലുന്നത് ദൈവേതര സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പശുവിന്റെ മൂത്രം കുടിച്ച് ദിവ്യാനുഭൂതി നുകരാനും പശുവിന്റെ മൂത്രത്തെയും മലങ്ങളെയും വിശുദ്ധമെന്ന് വാഴ്ത്താനും മാത്രം അധപ്പതിച്ചു പോയിരിക്കുന്നു ഇന്നത്തെ ഈ പരിഷ്കൃത ലോകത്തെ ജനത. അത്രമേൽ അധമവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ലോകത്തെ ജനത. അതിന് പരിഹാരമായി അതിൽ നിന്ന് ഇന്നത്തെ ജനതയെ മോചിപ്പിക്കാൻ ഏക പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസങ്ങൾ പ്രബോധനം ചെയ്യുക, അതുപോലെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, ആ ചര്യയെ പിന്തുടരുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലും മറ്റു പല പ്രദേശങ്ങളിലും എല്ലാ സ്ഥലത്തും തന്നെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ പോലെയുള്ളവ. മത സാംസ്കാരിക ഭൂമികളിൽ പോലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമോ സ്ത്രീകൾക്ക് സുരക്ഷയോ ഇല്ലെന്നും അവർ അടിച്ചമർത്തലിനും പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്നത്തെ പഠനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അനിയന്ത്രിതമായി സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾ ഉണ്ടാവുന്ന എല്ലാ സ്ഥലത്തെയും സ്ഥിതി ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ 2024 കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം 18,980 ആണ്. അതുപോലെ തന്നെ ദ വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യയുടെ 2023 കണക്ക് പ്രകാരം നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് പ്രതിദിനം 18,980 പേർ ലൈംഗികമായി പീഡനത്തിനിരയാവുന്നുണ്ട്. അതായത് ഓരോ മണിക്കൂറിലും നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് 87 സ്ത്രീകൾ ലൈംഗികമായി ചൂഷണത്തിനും പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്നു. പീഡിതരും മർദ്ദിതരുമായ സ്ത്രീ സമൂഹത്തിന് സ്വാഭിമാനവും സുരക്ഷയും നേടിക്കൊടുത്തുകൊണ്ടാണ് ഉദാത്തമായ മാതൃക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ സ്ത്രീകൾക്ക് സ്വാഭിമാനവും സ്വാതന്ത്ര്യവും സുരക്ഷയും നേടിക്കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്ത് ആധുനിക കാലത്തുള്ള സ്ത്രീ ജനതയുടെ വിമോചനത്തിന് വേണ്ടിയുള്ള ഉദാത്തമായ മാതൃക കാണിച്ചു കൊടുത്തത്. ആ വിശുദ്ധ പ്രവാചകന്റെ ചര്യയിലേക്ക് നാം ഇനി എന്നാണോ തിരിച്ചു പോകുന്നത് അന്ന് മാത്രമേ സമൂഹത്തിന്റെ പകുതിയോളം വരുന്ന സ്ത്രീ ജനതയ്ക്ക് വിമോചനം സാധ്യമാവുകയുള്ളൂ എന്ന് തറപ്പിച്ചു പറയാൻ കഴിയും. പ്രശസ്ത ഇന്ത്യൻ ദാർശനികൻ KS രാമകൃഷ്ണ റാവു അദ്ദേഹത്തിന്റെ മുഹമ്മദ് ദ പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് പെർഫെക്റ്റ് മോഡൽ ഓഫ് ഹ്യൂമൻ ലൈഫ്, അഥവാ സമ്പൂർണ്ണ മാതൃക, മനുഷ്യ ജീവിതത്തിന്റെ സമ്പൂർണ്ണ മാതൃക എന്നാണ്. അദ്ദേഹം തന്നെ മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ദ ഇമാൻസിപ്പേറ്റർ ഓഫ് വിമൻ, അതെ, സ്ത്രീ വിമോചകനായ മുഹമ്മദ്. ആധുനിക കാലത്ത് പീഡന പർവ്വങ്ങൾ താണ്ടി നാൾക്കുനാൾ നരകിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ വിമോചനം സാധ്യമാകാനുള്ള ഏറ്റവും ഉദാത്തമായ മാതൃക കാണിച്ചുകൊണ്ട് ആണ് വിശ്വവിമോചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ ലോകത്ത് സ്ത്രീ വിമോചനത്തിന്റെ കാഹളധ്വനി മുഴക്കിയത്. ജീവിക്കാൻ എന്നല്ല, ജനിക്കാൻ പോലും അവകാശമില്ലാതെ പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന പുരാതന മരുഭൂനിവാസികളുടെ പെൺകുഞ്ഞുങ്ങൾക്ക് അവർക്ക് ജനിക്കാനും സ്വാഭിമാനത്തോടെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും നേടിക്കൊടുത്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത്, ഈ ഭൂമിയിൽ സ്ത്രീ വിമോചനത്തിന്റെ കാഹളധ്വനി മുഴക്കിയത്. അദ്ദേഹം സഗൗരവം പ്രഖ്യാപിച്ചു, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പട്ടിണിയെ ഭയന്നുകൊണ്ട്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് കൊല്ലരുത്. പക്ഷേ ഇന്നത്തെ ഈ സമൂഹം
21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലെത്തിയിട്ടും അദ്ദേഹത്തിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റാൻ ശങ്കിച്ചു നിൽക്കുകയാണ്. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് മാത്രം പ്രതിവർഷം 5 ലക്ഷം പേർ, 5 ലക്ഷം കുഞ്ഞുങ്ങൾ മാതാക്കളുടെ വയറ്റിൽ നിന്ന് തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ജനവും കുട്ടികൾക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പല രീതിയിലുള്ള ശിക്ഷാ നടപടികളും പല രീതിയിലുള്ള ശിക്ഷാമുറകളും സർക്കാരുകൾ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ടെങ്കിലും എന്നും ഓരോ ദിനവും അനുദിനം ഇത് കൂടിക്കൊണ്ട് തന്നെ വരികയാണ്. ഈ ഇനകൃത്യം തടയാൻ നമുക്കാർക്കും കഴിയുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രബോധനം ചെയ്ത, ഇവിടെ നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുത്ത, പ്രയോഗവൽക്കരിച്ച സ്ത്രീ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തുകൊണ്ട് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്ന സ്ത്രീ വിമോചനത്തിന്റെ പാഠങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടത്. ഇതുപോലെ തന്നെ കേരളത്തെയോ ഇന്ത്യയോ എന്ന് മാത്രമല്ല, ഈ ലോകത്ത് മുഴുവൻ പിടികൂടിയിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലഹരി എന്നുള്ളത്. മെട്രോപൊളിറ്റൻ സിറ്റികളും കുഗ്രാമങ്ങളും വരെ ഇന്ന് ലഹരി എന്ന നീരാളിയുടെ വലയത്തിലാണ്. 12-13 വയസ്സുള്ള കുട്ടികൾ മുതൽ കൗമാരപ്രായക്കാരും നടുവൊടിഞ്ഞ വൃദ്ധരും വരെ ഇന്ന് മാദക ലഹരിയുടെ മയക്കത്തിലാണ്. ഇന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ കേരള പോലീസിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ മയക്കുമരുന്ന് ലഹരി ഉപയോഗിക്കുന്നവരിൽ 40% 18 വയസ്സ് മാത്രം പ്രായമുള്ളവരാണ്. അതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണെന്ന വസ്തുത ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. 2023 ഏപ്രിൽ 11 ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ വന്ന ഒരു തലക്കെട്ട് നമുക്ക് കാണാം. ഷാർപ്പ് പ്രൈസ് ഇൻ സിന്തറ്റിക് ഡ്രഗ്സ് ഇൻ കേരള. കൃത്രിമ ലഹരികൾ കേരളത്തിൽ കുതിച്ചുയരുന്നു. മെത്താഫിറ്റമിൻ, കഞ്ചാവ്, കൊക്കൈൻ, LSD പോലുള്ള മാരക ലഹരിയുടെ മയക്കത്തിലാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമുള്ള കൗമാരപ്രായക്കാരും വന്ധ്യവയോധികർ വരെ. UP സ്കൂളുകൾ മുതൽ പ്രൊഫഷണൽ ക്യാമ്പസുകൾ വരെ ഇന്ന് മാരക ലഹരിയുടെ മാദക മയക്കത്തിലാണ്. ഈ ലഹരിയുടെ ഉപയോഗത്തെയും വിൽപ്പനയെയും ഉപഭോഗത്തെയും പറ്റി നാട്ടുകാർക്കും നമുക്കും പോലീസുകാർക്കും എല്ലാവർക്കും നല്ല അറിവുണ്ട്. എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഇതിനൊരു അറുതി വരുത്താനോ ഇതിനെ നിർത്തലാക്കാനോ ഇതിനെ കുറച്ചെങ്കിലും ഇതിൻ്റെ ഉപയോഗത്തെയും വിൽപ്പനയെയും കുറയ്ക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് ശക്തമായ നിയമ നടപടികളുണ്ട്. എന്നിട്ടും ഇത് നാൾക്ക് നാൾ കൂടി വരിക എന്നല്ലാതെ ഇതിനെ ആർക്കും പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന ദൗത്യവുമായി വന്നിരുന്ന കാലത്ത്, കടന്നു വന്ന കാലത്ത് ജനങ്ങൾ മദ്യചഷകങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു. മദ്യമില്ലാത്ത ജീവിതം അത് മരണത്തിന് തുല്യമാണെന്ന് കരുതിയിരുന്നവർ, മദ്യമില്ലാതെ ജീവിക്കുന്നത് വെറുതെയാണെന്നും താൻ മരിച്ചാൽ തന്നെ മുന്തിരിവള്ളികൾക്ക് കീഴെ മറവ് ചെയ്യണമെന്നും അതിൽ നിന്ന് ഊർന്നിറങ്ങുന്ന മദ്യത്തെ നുകർന്നുകൊണ്ട് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലുകൾ സായുജ്യമടയട്ടെ എന്നും അപേക്ഷിച്ചിരുന്നവർ. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിട്ടയായ പ്രബോധനം അവിടെ പരിവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. അവരെ ആ ലഹരിയിൽ നിന്ന്, ആ ലഹരിയുടെ ഉപയോഗങ്ങളിൽ നിന്ന്, ആ ലഹരിയുടെ ഉപഭോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിയന്ത്രിക്കാനും അതവിടെ മുക്തമാക്കാനും ലഹരി മുക്തമാക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രബോധനത്തിന് സാധിച്ചു. വെറും പഠനങ്ങൾ കൊണ്ട് മാത്രം നിയന്ത്രിക്കാവുന്നതല്ല ലഹരി. പഠനങ്ങളെയും അതുപോലെ അത് പ്രാവർത്തികമാക്കാനുള്ളതിന് കൂടെയും ദൈവ പരലോക വിശ്വാസം രൂഢമൂലമാക്കുന്നതിലൂടെയും അത് മനസ്സിലുറപ്പിക്കുന്നതിലൂടെയും മാത്രമാണ് ഈ ലഹരിയുടെ ഉപയോഗം നമുക്ക് ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റാൻ പറ്റുകയുള്ളൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഈ വിമോചന പദ്ധതി നമ്മൾ നടപ്പാക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നിന്ന് പൂർണ്ണമായും ഒരു തരി പോലും ഇല്ലാതെ ഈ ലഹരിയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കൂ. അങ്ങനെ മാത്രമേ അത് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ലോകത്തെ മുഴുവൻ ബാധിച്ച മറ്റൊരു വിഷയമാണ് ദാരിദ്ര്യം, സാമ്പത്തിക അസന്തുലിതത്വം എന്നുള്ളത്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 220 ദശലക്ഷം ആളുകളുടെ ദിവസ വരുമാനം വെറും 32 രൂപയിൽ താഴെയാണ്.
നാം പുരോഗതിയിലേക്കാണ്, സാമ്പത്തികമായി മുന്നോട്ട് ഗമിക്കുകയാണെന്ന ഗീർവാണം മുഴക്കുമ്പോഴും ഇവിടെ 63% പേരും കടുത്ത പട്ടിണിയിലൂടെയും കടുത്ത ദാരിദ്ര്യത്തിലൂടെയുമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഈ ദാരിദ്ര്യത്തോടു കൂടി സാമ്പത്തിക ചൂഷണങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോൾ അത് ജനങ്ങൾക്ക് സഹിക്കാനാവാതെ ജനങ്ങൾ നരകിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ഈ ലോകത്തെ എല്ലാ സ്ഥലത്തും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ചൂഷണങ്ങൾ, പലിശ, അഴിമതി പോലെയുള്ള ദുർഭൂതങ്ങൾ വ്യവഹരിക്കുകയാണ്. ഇതിനൊന്നും ഒരു അറുതി വരുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതിനറുതി വരുത്തി സാമ്പത്തിക സന്തുലിതത്വം കൊണ്ടുവരാനാണ് ക്യാപിറ്റലിസം, കമ്മ്യൂണിസം പോലെയുള്ള ഓരോ ഇസങ്ങൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നത്. പക്ഷേ ശാസ്ത്രീയമായ ചട്ടക്കൂടിൽ ഒരു ദശാബ്ദങ്ങൾ കുറെ അത് നടപ്പിൽ വരുത്തിയെങ്കിലും അതിനൊന്നും ഫലമുണ്ടായില്ല എന്നത് ഇന്നത്തെ ജനം തന്നെയാണ്, ഇന്നത്തെ ഈ അവസ്ഥ തന്നെയാണ് നമുക്കെല്ലാവർക്കും സാക്ഷി. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണക്കാർ കൂടുതൽ പണക്കാരാവുകയും പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രരാകുന്നതും കാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്ന കാലത്തും ഇതുപോലെ തന്നെ ഓരോ ദിവസവും കാരക്കയുടെ ചീളുകൾ കൊണ്ട് മാത്രം വിശപ്പടക്കിയിരുന്ന ജനത, സക്കാത്ത് വാങ്ങാൻ പോലും ആളുകളില്ലാത്ത, സക്കാത്ത് വാങ്ങാൻ പോലും ദരിദ്രരില്ലാത്ത രൂപത്തിൽ മാറിയിരിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയതന്ത്രങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക തന്ത്രങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടത് മാത്രമാണ്. ആ നയങ്ങൾക്ക് ഇന്നും ഇന്നത്തെ ഈ ജനതയെയും ഇന്നത്തെ ഈ ലോകത്തെയും ധന്യമാക്കി കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട്. പക്ഷേ ഇച്ഛാശക്തിയോടെ നാം അത് നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമാണ് ഇനിയും അതുപോലെ ധന്യമായ, അതുപോലെ നല്ലൊരു സാമ്പത്തിക നിലവാരമുള്ള ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കൂടുതലും സാമ്പത്തിക സന്തുലനത്തിലുള്ളതായിരുന്നു. അഗതികൾക്കും വിധവകൾക്കും അത്താണിയില്ലാത്തവർക്കും നിങ്ങൾ അത്താണികളായി അവരുടെ പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തു. പലിശ, ചൂഷണം പോലെയുള്ള ദുർഭൂതങ്ങളെ, പൈശാചിക കാര്യങ്ങളെ നിങ്ങൾ വിട്ടുനിൽക്കണമെന്നും അതിനെ നിങ്ങൾ തീർത്തും തടയണമെന്നും, അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിശിതമായി എതിർക്കുകയും ചെയ്തു. സക്കാത്ത് സ്വതക്ക പോലെയുള്ള നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൽ സാമ്പത്തിക സന്തുലിതത്വം വരുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏവരെയും ഉത്ബോധിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുർ റൂമിൽ 39-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഫആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്ന السبيل ذلك خير للذين يريدون وجه الله واولئك هم المفلحون وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله واولئك هم المضعفون. നിങ്ങൾ കുടുംബ ബന്ധമുള്ളവർ ആകയാൽ നിങ്ങൾ കുടുംബ ബന്ധമുള്ളവന് അവൻ്റെ അവകാശം നൽകുക. അഗതികൾക്കും തെരുവിൻ്റെ മക്കൾക്കും നിങ്ങൾ അവരുടെ അവകാശവും നൽകുക. അതാണത്രേ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കുന്നവർക്ക് അതാണത്രേ ഉത്തമം. ജനങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുത്തുകൊണ്ട് സമ്പാദിക്കുന്ന പക്ഷം അത് അള്ളാഹുവിങ്കൽ വളരുകയില്ല. അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് ആരെങ്കിലും വല്ലതും സക്കാത്ത് കൊടുക്കുന്ന പക്ഷം അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരുന്നത്. അത് തന്നെയാണ് അത്ര ഉത്തമം. ഇതുപോലെയുള്ള പരിശുദ്ധ നിയമങ്ങളുടെയും നയങ്ങളുടെയും ഒരു മതമാണ്. അതുപോലെ ഈ പരിശുദ്ധ നിയമങ്ങളും നയങ്ങളും പ്രബോധനം ചെയ്ത ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നാം എന്നാണോ പിൻപറ്റുന്നത് അന്ന് മാത്രമേ ഈ സമൂഹത്തിന് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനും ധന്യതയോടെ ഈ സമൂഹത്തിന് ജീവിക്കാനും സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന സന്ദേശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിച്ച് കാണിക്കാൻ, അതിലൂടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.